ഹലോ, തനിക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേന്നായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ തനിക്കുട്ടി ഏതെങ്കിലും ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിനെയാണ് ചൂസ് ചെയ്യേണ്ടിയിരുന്നത്. തനിക്കുട്ടി ഇത് എടുത്തേക്കുന്നത് ഭാരത് മാതനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ റെൻറ്റിനായിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഡ്രസ്സും ഓർണമെൻറ്റ്സും മുടിയും എല്ലാതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തനിക്കുട്ടിയുടെ മേക്കപ്പ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അതേ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ മേക്കപ്പൊക്കെ ഒന്ന് ഞാൻ തന്നെ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി പിന്നെ പെരുക്കത്തിൻ്റെ മേലെ കൂത്തി മൂക്കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടാണ് ബാക്കിയുള്ള മേക്കപ്പൊക്കെ ചെയ്തത്. നല്ല നീളത്തിലുള്ള മുടി വെച്ചു, ഓർണമെൻറ്റ്സ് ഇട്ടു, പിന്നെ കിരീടം വെച്ചു, പിന്നെ ചെറിയൊരു ഫ്ലാഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തനിക്കുട്ടിക്ക് ഞാൻ ഇത് സാരി മുടിയൊക്കെ ഇട്ടിട്ട് നടക്കാനേ വയ്യാട്ടോ. നല്ലൊരു ഭാരതമാതിയായിട്ടാണ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ സ്കൂളിലെത്തിയപ്പോഴേക്കും കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ കോമ്പറ്റീഷന്. അങ്ങനെ ഞങ്ങൾക്ക് ഇതേ ചെസ്റ്റ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചേച്ചി ഇതേ തനിക്കുട്ടിയോട് ഫ്ലാഗ് തരുമെന്ന് ചോദിച്ചപ്പോൾ തനിക്കുട്ടി ഒരു മടിയും കൂടാതെ ചേച്ചിക്ക് ഫ്ലാഗ് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതേ തനുകുട്ടിക്ക് കിട്ടിയ ചെസ്റ്റ് നമ്പർ തനുവിൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മേലേക്ക് പോകണ്ട, മേലെയാണ് മിനി ഓഡിറ്റോറിയം ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ തനു മിസ്സിനെ ഒന്ന് കണ്ടുട്ടാ. അപ്പോൾ നമ്മുടെ തനുകുട്ടിക്ക് ദേ ഈ സാരിയൊക്കെ എടുത്തിട്ട് മേലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ കുഞ്ഞ് ഭാരത് മാതാനെ എടുത്തുകൊണ്ടാണ് കേട്ടോ മേലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ തനുകുട്ടീനെ ഞാൻ ഇവിടെ ഒരു ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തനുകുട്ടീനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തനുവിൻ്റെ പേര് വിളിച്ചപ്പോഴേക്കും തനുത് സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റേജിലൊക്കെ കയറി മൈക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 3-4 ലൈൻ ഡയലോഗൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തനുകുട്ടി അവിടെ എത്തിയപ്പോഴേക്കും ഒന്ന് മറന്നു കേട്ടോ. 2 ലൈൻ പറഞ്ഞപ്പോഴേക്കും തനു സ്റ്റെക്കായി. 3 ലൈൻ പറഞ്ഞപ്പോഴേക്കും തനുകുട്ടി അത് മറന്നുപോയി ബാക്കിയുള്ള ഡയലോഗ് എന്താണ്. അപ്പം ഇനി എന്താ ചെയ്യാമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു ചേച്ചി വന്നിട്ട് കൊണ്ടുപോകാനായിട്ട് നിന്ന്. തനുകുട്ടിയാണെങ്കിൽ പോണില്ല കേട്ടോ, കാരണം തനുകുട്ടിയുടെ ഡയലോഗ് കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാലും അത് തിരിച്ചിറങ്ങാനായിട്ട് ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി കിട്ടാത്ത കാരണം പിന്നെ തനുകുട്ടി ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ അവിടെ ഇറങ്ങി വന്നപ്പോഴേക്കും അവിടെ നിന്നൊരു മഞ്ചും പിന്നെ ഒരു പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ചല്ലേ കിട്ടിയേക്കണം. അപ്പം തന്നെ എടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ വേറെ കുട്ടികളൊക്കെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തനുകുട്ടിക്ക് ഇതേ ഈ ഒരു പെൻസിലാണ് കേട്ടോ ഒപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഞ്ചും പെൻസിലൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഡ്രസ്സും ഓർണമെൻറ്റ്സും മുടിയൊക്കെ കൊണ്ട് തനുവിനെ ആഘോഷിച്ച് വയ്യാണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ തനുകുട്ടിയുടെ ക്ലാസ്സിലെത്തിയിട്ട് തനുവിൻ്റെ യൂണിഫോമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമൊക്കെ എടുത്ത് മേക്കപ്പൊക്കെ മാറ്റിയിട്ട് ഹെയർ ബാൻഡൊക്കെ വെച്ച് ഇപ്പോൾ യൂണിഫോം ലുക്കിലാക്കിയിട്ട് തനുവിനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും തനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തനുകുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും യൂണിഫോമൊക്കെ മാറിയിട്ട് ഓഡിറ്റോറിയത്തിൽ തന്നെ വന്നിരിക്കാനായിട്ട് പറഞ്ഞു. അടുത്തായിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ തനുവിൻ്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനു നല്ല സന്തോഷമായിട്ടാണ്. ഫസ്റ്റ് പ്രൈസ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് കണ്ടപ്പോഴേക്കും തനു എനിക്കും വേണം സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് സെക്കൻഡ് പ്രൈസ് തനുശ്രീയുടെ പേര് വിളിച്ചത്. അപ്പോൾ തനു നല്ല സന്തോഷമായി പോയത് പ്രൈസൊക്കെ മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തനുകുട്ടി ഇതേ പ്രൈസൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ കുറച്ച് എടുത്തു. അപ്പോൾ തനുകുട്ടി എങ്ങനെയുണ്ട് ഭാരതമാതയായിട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ, ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.